ജിൻഡോക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാതെ ജാസ്മിനെ ബൂസ്റ്റ് ചെയ്യാൻ ലാലേട്ടനും ബിഗ് ബോസിനും താല്പര്യമുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ലൈവില് നമ്മൾ കണ്ടതാണ്, ശ്വേത മേനോൻ വളരെ കൃത്യമായിട്ട് ജിൻഡോയെ വാടാ ചക്കര എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്, വളരെ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്, സാബുമോൻ ജിൻഡോയെ പൊക്കി പറയുന്നുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊന്നും എപ്പിസോഡിൽ കാണിച്ചിരുന്നില്ല. ഇന്നലത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ജിൻഡോയെ കുറിച്ച് സാബുമോനും ശ്വേത മേനോനും ഒരു നല്ല വാക്കെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ അപ്സര ടീമിനെയൊക്കെയാണ് പൊക്കി പറയുന്നത്. അതായത് പുറത്താക്കിയിട്ട് പ്രേക്ഷകരെ വെറുപ്പിച്ചിട്ടുള്ള ടീമിനെയാണ് പൊക്കി പറയുന്നത്. ജിൻഡോയെ ഒന്നും പറയുന്നില്ല. അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുള്ളത് ജിൻഡോയുടെ ടീമാണ്. ജിൻഡോ മാത്രമല്ല, അർജുനും ശ്രീതുവുമാണ് ഏറ്റവും നന്നായിട്ട് ടാസ്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ശ്രീരേഖ ആ രീതിയിൽ പറയാം. ജാസ്മിൻ അതിനുശേഷമാണ്. പക്ഷെ ജാസ്മിൻ അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്, സിജോക്ക് കിട്ടുന്നുണ്ട്, ശ്രീരേഖക്ക് കിട്ടുന്നുണ്ട്, ജിൻഡോക്ക് കിട്ടുന്നില്ല. അവിടെ വളരെ അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ളത് സാബുവിനും ശ്വേത മേനോനും ജിൻഡോയെ പറയണമെന്നുണ്ട്. പക്ഷേ അവരെ പറഞ്ഞു പറയിപ്പിച്ചതുപോലെയാണ് തോന്നുന്നത്. കാരണം വളരെ കൃത്യമായിട്ട് അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ട് ജിൻഡോയുടെ കാര്യം. എന്നിട്ട് അപ്സരയുടെ ടീമിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് സംശയം. എനിക്ക് കൃത്യമായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് ജിൻഡോയുടെ സ്ക്രീൻ സ്പേസ് കുറച്ച് ജാസ്മിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. കാരണം അല്ലെങ്കിൽ ശ്വേത വാടാ ചക്കര എന്ന് പറയുന്ന ഭാഗം എപ്പിസോഡിൽ കാണിക്കേണ്ടതാണ്. അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് ഇവിടെ ജിൻഡോയുടെ സ്ക്രീൻ സ്പേസ് കുറച്ച് ജാസ്മിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഫീല് തോന്നുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.